എല്ലാ PSC എക്സാമിലും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേരള നവോത്ഥാനം. ഈ കഴിഞ്ഞ UPSC എക്സാമിന് നമ്മൾ കണ്ടതാണ് അല്ലേ. മാക്സിമം കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നതായിരുന്നു, കേരള നവോത്ഥാനത്തിൽ നിന്നായിരുന്നു വന്നത്. ഏതൊരു PSC എക്സാമിലായിക്കൊള്ളട്ടെ കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഇന്ന് തൊട്ട് ഈ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ പാർട്ട് 1 ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ ചാനലിൻ്റെ പേര് പാഠപുസ്തകത്തോടൊപ്പം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്കറിയാം, എല്ലാ PSC എക്സാമിൽ തന്നെ നവോത്ഥാനം ചോദിക്കുമ്പോഴേക്കും അതിൽ 1-2 മാർക്കിന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അത് ഒരു PSC എക്സാമിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദ്യങ്ങളില്ലാതെ വരത്തില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇതുവരെ PSC ചോദിച്ച എന്നാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1856 മുതൽ 1928 വരെയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ 1856 ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ്. ജനനസ്ഥലം എന്ന് പറയുന്നത് ചെമ്പഴന്തി, തിരുവനന്തപുരത്തുള്ള ചെമ്പഴന്തി എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ വീട്ടുപേരെന്ന് പറഞ്ഞാൽ വയൽവാരം വീടെന്നാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC എക്സാമിന്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനത്തിൻ്റെ പേര് വയൽവാരം വീട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടൻ ആശാൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടൻ ആശാൻ എന്നും മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? മാടൻ ആശാൻ. മാതാവിൻ്റെ പേര് കുട്ടിയമ്മ. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് കാളി എന്നായിരുന്നു കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ പത്നിയുടെ പേര് കാളി എന്നായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1856 തൊട്ട് 1928 വരെയുള്ള കാലഘട്ടത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ജനനം എന്ന് പറയുന്നത് 1856 ഓഗസ്റ്റ് 20-നാണ്. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയൽവാരം വീട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നും മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നുമാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് കാളി എന്നാണ്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ നാണു ആശാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നതും ശ്രീനാരായണ ഗുരുവിനെയാണ്. ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ് നാണു ആശാൻ എന്നും വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഗുരുദേവൻ എന്നും നാണു ആശാൻ എന്നും വിളിക്കപ്പെടുന്നത് ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആധുനിക കേരളത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ആധുനിക കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു മൂത്തപിള്ളയായിരുന്നു കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരുവിൻ്റെ പേരാണ് മൂത്തപിള്ള. ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിളിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഇനി ശ്രീനാരായണ ഗുരുവിനെ 2-ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ് അല്ലെ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ 2-ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നിങ്ങനെ പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഇപ്പൊ ഗുരുദേവൻ എന്നും നാണു ആശാൻ എന്നും അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആധുനിക കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു മൂത്തപിള്ളയാണ്. അദ്ദേഹത്തെ പെരിയസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പുവും 2-ാം ബുദ്ധൻ എന്ന് വിളിച്ചത് G ശങ്കരക്കുറുപ്പുമാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്.
ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയുടെ പേര്? പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയുടെ പേരാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവങ്കോടം ക്ഷേത്രത്തിലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവങ്കോടം ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനം പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അത് ഉല്ലലയിലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് എവിടെ? അത് ഉല്ലലയിലാണ്. ഉല്ലല. ഗുരുക്കന്മാർ, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം? 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ചത് 1887. ഇപ്പൊ ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോടം ക്ഷേത്രത്തിലാണ്. അവസാനമായി പ്രതിഷ്ഠ നടത്തിയത് ഉല്ലലയിലാണ്. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. അരുവിപ്പുറം പ്രതിഷ്ഠ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അരുവിപ്പുറം വിപ്ലവം. അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെങ്കിൽ അരുവിപ്പുറം വിപ്ലവം നടന്നത് 1888. 1888 കേട്ടോ. അത് നെയ്യാറിൽ നിന്ന് എടുത്ത കല്ലുകൊണ്ടാണ്. നമുക്കറിയാം നെയ്യാർ തിരുവനന്തപുരത്താണ് അല്ലെ. അപ്പം നെയ്യാറിൽ നിന്ന് എടുത്ത കല്ലുകൊണ്ടാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ മറ്റൊരു പേരാണ് അരുവിപ്പുറം വിപ്ലവം. അത് നടന്നത് 1888. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് എന്നാണ്? 1898. അതായത് മറ്റേ അരുവിപ്പുറം വിപ്ലവം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത്. ഇനി ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചതെന്നാണ്? 1904. 1904 ശിവഗിരി മഠം സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പണികഴിപ്പിച്ചത് 1908 എന്നാണ്? 1908. ഇനി ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ നടത്തിയത് 1912 കേട്ടോ. ശാരദ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അഷ്ടഭുജാകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താ? ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ നടത്തിയത് 1912 അഷ്ടഭുജാകൃതിയിലാണ് കാണപ്പെടുന്നത് ക്ഷേത്രം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അരുവിപ്പുറം വിപ്ലവം. 1888 നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചതെന്നാണ്? 1898. ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പണികഴിപ്പിച്ചത് 1908. ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ നടത്തിയത് 1912 അഷ്ടഭുജാകൃതിയിലാണത് കാണപ്പെടുന്നത്. ഇനി പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശശി തരൂറിനാണ് കേട്ടോ. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവയിലെ അദ്വൈതാശ്രമത്തിലെ വാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണുകളിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അപ്പോൾ അദ്വൈതാശ്രമത്തിലെ വാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കണ്ണുകളിൽ എല്ലാവരും തുല്യരാണ്. ആലുവയില് അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം 1913. ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. 2 കാര്യങ്ങളാണ്. 1 ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, 2 പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. അപ്പൊ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശശി തരൂറിനാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈത ആശ്രമത്തിലെ വാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര. ദൈവത്തിന്റെ കണ്ണുകളിൽ എല്ലാവരും തുല്യരാണ്. ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1 ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, 2 പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. അടുത്തത് പുളികുടി തിരണ്ട് കല്യാണം
താലികെട്ട് കല്യാണം എന്നീ ദുരാചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം എന്നിങ്ങനെയുള്ള ദുരാചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകനാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്ത സമ്മേളനത്തിന്റെ പേരെന്ത്? ആലുവ സമ്മേളനം. ആലുവ സമ്മേളനത്തിൽ വെച്ചാണ് താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കുവാൻ ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയതെന്നാണ്? 1924. 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത്. അതിന്റെ അധ്യക്ഷനായിരുന്നത് സദാശിവ അയ്യർ ആയിരുന്നു. ആരായിരുന്നു അധ്യക്ഷൻ? ആലുവ സർവമത സമ്മേളനം 1924 നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷനായിരുന്നത് സദാശിവ അയ്യർ ആയിരുന്നു. ആദ്യത്തെ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷമാണ് കാവ്യവേഷം. കാവ്യവേഷം ധരിച്ചാണ് അദ്ദേഹം ശ്രീലങ്കൻ യാത്രയ്ക്ക് പോയത്. പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം എന്നീ ദുരാചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്ത സമ്മേളനമാണ് ഏത്? ആലുവ സമ്മേളനം. ശ്രീനാരായണ ഗുരു ആലുവയില് സർവമത സമ്മേളനം നടത്തിയത് എന്നാണ്? 1924. അതിന്റെ അധ്യക്ഷനായിരുന്നത് സദാശിവ അയ്യർ ആയിരുന്നു. ആദ്യത്തെ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം ഏതാണ്? കാവ്യവേഷമാണ് അല്ലെ. ഇനി സർവമത സമ്മേളനത്തിന്റെ കവാടത്തിലെ വാക്കുകളാണ് വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇങ്ങനെയാണ് സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ. എന്തൊക്കെയാണ്? വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നാണ് അവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? കന്നേറ്റി കായൽ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിലുള്ള കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് കന്നേറ്റി കായൽ, കരുനാഗപ്പള്ളി. 2014 ശതാബ്ദി ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നോവൽ ഏതാണ്? ദൈവദശകമാണ് കേട്ടോ. 2014 ശതാബ്ദി ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നോവലാണ് ദൈവദശകം. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായത് എന്നാണ്? 1952 കൊല്ലത്താണ് കേട്ടോ. അതിന്റെ ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആർ ശങ്കർ ആയിരുന്നു കേട്ടോ. അപ്പൊ 2014 ശതാബ്ദി ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നോവലാണ് ദൈവദശകം. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായത് 1952 കൊല്ലത്താണ്. ആർ ശങ്കർ ആണ് അത് സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ശ്രീലങ്ക. 1918 അതുപോലെ തന്നെ 1926 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത്. 1918 ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിക്കുന്നത്. അവസാനമായിട്ട് 1926 അദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. അർദ്ധനാരീശ്വര സ്തോത്രം അത് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. തന്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ നോവലാണ് കാളിമാല. ശ്രീനാരായണ ഗുരു തന്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ നോവലാണ് കാളിമാല. ടാഗോറിനെ ശ്രീനാരായണ ഗുരു സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? നമ്മൾ ദീനബന്ധു എന്ന് വിളിക്കുന്ന CF ആൻഡ്രൂസ് ആണ് ടാഗോറിനെ ശ്രീനാരായണ ഗുരു സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഓക്കെ. അയിത്ത ജാതിക്കാർക്കായി രാത്രികാല സ്കൂള് ശിവഗിരിയിൽ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. അയിത്ത ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് രാത്രികാലത്ത് സ്കൂളുകൾ ആരംഭിച്ച രാത്രികാല സ്കൂള് ശിവഗിരിയിൽ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. തന്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ നോവലാണ് കാളിമാല. അതുപോലെ തന്നെ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന വേളയിൽ 1922 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന വേളയിൽ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? ദീനബന്ധു എന്ന് വിളിക്കുന്ന CF ആൻഡ്രൂസ് ആണ്. അയിത്ത ജാതിക്കാർക്കായി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. എവിടെയാണത് സ്ഥാപിച്ചത്? ശിവഗിരിയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്.
ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യാഗുരുവിന് പരിചയപ്പെടുത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യാഗുരുവിന് പരിചയപ്പെടുത്തിയത്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1904 രൂപം കൊണ്ട സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷ ആര്? മാതാ പെരുമാളാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് 1904 ഒരു സ്ത്രീ സമാജം സ്ഥാപിച്ചിരുന്നു. അതിന്റെ അധ്യക്ഷയായിരുന്നത് മാതാ പെരുമാളാണ്. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. കോടതിയിലൊക്കെ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാര് ഒഴിവാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗുരുവിന്റെ പ്രശസ്തമായ കൃതികളെ പറ്റിയാണ്. നമുക്ക് ഇനി നോക്കാം എന്തൊക്കെയാണ് ഗുരുവിന്റെ പ്രശസ്തമായ കൃതികളെന്ന്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അത് അദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അത് ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട രചനകളെ നമുക്ക് പരിചയപ്പെടാം. അതൊരു കോഡ് രൂപത്തിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ചിദംബരത്ത് അദ്വൈത ആത്മോപദേശം തേടി ശിവൻ, കൃഷ്ണൻ, ഇന്ദ്രൻ, വിനായകൻ എന്നീ ദൈവങ്ങളെ ദർശിച്ച് നിർവൃതി അടഞ്ഞ് കാളി നാടകം കണ്ട് കുണ്ടലിനി പാട്ട് പാടി സൂത്രത്തിൽ ജാതി മാംസ ലക്ഷണം നിർണയിച്ചു. അതായത് നമുക്കറിയാം ഇവിടെ ഒരു പദ്യരൂപത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകളെ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ടുള്ള കോഡാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളത് ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷം നമുക്ക് ഓരോ വാക്കുകളും എന്താണെന്ന് നോക്കാം. ചിദംബരത്ത് അദ്വൈത ആത്മോപദേശം തേടി. ഇവിടെ തന്നെ 3 രചനകൾ അദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ട്. ഇനി ശിവൻ, കൃഷ്ണൻ, ഇന്ദ്രൻ, വിനായകൻ, പിന്നെ 4 വന്നു കേട്ടോ. എന്നീ ദൈവങ്ങളെ ദർശിച്ച് നിർവൃതി അടഞ്ഞ് കാളി നാടകം കണ്ട്, അവിടെ 4 ഉണ്ട്. ഇനി കുണ്ടലിനിപ്പാട്ട് പാടി സൂത്രത്തിൽ ജാതി മാംസലക്ഷണം നിർണയിച്ചു. അപ്പൊ ഈ ജാതി എന്നുള്ളത് ഈ മാംസലക്ഷണം നിർണയം അതിന് 3 കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ചിദംബരത്ത് അദ്വൈത ആത്മോപദേശം തേടി ശിവൻ, കൃഷ്ണൻ, ഇന്ദ്രൻ, വിനായകൻ എന്നീ ദൈവങ്ങളെ ദർശിച്ച് നിർവൃതി അടഞ്ഞ് കാളി നാടകം കണ്ട് കുണ്ടലിനിപ്പാട്ട് പാടി സൂത്രത്തിൽ ജാതിമാംസ ലക്ഷണം നിർണയിച്ചു. ഇതാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകൾ നമുക്ക് പഠിക്കാം. നമുക്കറിയാം ഒത്തിരി നവോത്ഥാന നായകന്മാരുണ്ട്. അവരുടെ എല്ലാവരുടെയും രചനകൾ നമുക്ക് മുഴുവൻ ബൈഹാർട്ടാക്കുന്നത് പാടാണ്. അപ്പോൾ നമുക്കത് കോഡ് രൂപത്തിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിനി ഈ കോഡിന്റെ എക്സ്പാൻഷൻ നോക്കാം. ചിദംബരത്ത് എന്ന് പറയുമ്പോൾ അത് ചിദംബരാഷ്ടകമാണ്. ചിദംബരത്വം എന്ന് പറയുമ്പോൾ അത് ഏത് രചനയാണ്? അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് ചിദംബരാഷ്ടകം. അപ്പൊ ചിദംബരാഷ്ടകം ഓർത്തു വയ്ക്കാനാണ് നമ്മൾ ചിദംബരത്ത് എന്ന് പറയുന്നത്. ഇനി അദ്വൈത എന്ന് പറയുമ്പോൾ അദ്വൈത ദീപികയാണ് കേട്ടോ. അദ്വൈത ദീപികയാണ്. ഇനി ആത്മോപദേശം എന്ന് പറയുമ്പോൾ ആത്മോപദേശ ശതകമാണ്. അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് ആത്മോപദേശ ശതകം. അടുത്തത് ശിവൻ എന്ന് പറയുമ്പോൾ ശിവശതകമാണ്. ശിവശതകം ഓർക്കാനാണ് ശിവൻ എന്ന് കോഡിട്ടിരിക്കുന്നത്. ഇനി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ദർശനമാണ് മറ്റൊരു രചന. ഇനി ഇന്ദ്രൻ ഇന്ദ്രിയ വൈരാഗ്യം, വിനായകൻ വിനായകാഷ്ടകം, ദൈവങ്ങളെ എന്നുള്ളത് ദൈവദശകം. അടുത്തത് ദർശിച്ചു ദർശനമാല, നിർവൃതി പഞ്ചകം, കാളി നാടകം അത് തന്നെ കാളി നാടകം, കുണ്ടലിനിപ്പാട്ട് അതുപോലെ തന്നെ കുണ്ടലിനിപ്പാട്ട്. സൂത്രത്തിൽ വേദാന്ത സൂത്രമാണ് കേട്ടോ. സൂത്രത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഏത് കൃതിയാണ്? വേദാന്ത സൂത്രം. ജാതി മാംസ ലക്ഷണ എന്ന് പറയുമ്പോൾ അവിടെ 2 കൃതികളാണ്. ജാതി മീമാംസയും ജാതി ലക്ഷണവും. ജാതി ലക്ഷണവും. ഇനി നിർണയിച്ചു എന്ന് പറയുന്നില്ലേ, അത് കോമൺ ആയിട്ടാണ്. ജാതി നിർണയം. അപ്പൊ ചിദംബരത്ത് ചിദംബരാഷ്ടകം, അദ്വൈത ദീപിക, ആത്മോപദേശ ശതകം, ശിവൻ ശിവശതകം, കൃഷ്ണൻ ശ്രീകൃഷ്ണ ദർശനം, ഇന്ദ്രൻ ഇന്ദ്രിയ വൈരാഗ്യം, വിനായകൻ വിനായകാഷ്ടകം, ദൈവങ്ങളെ ദൈവദശകം, ദർശിച്ചു ദർശനമാല, നിർവൃതി പഞ്ചകം, കാളി നാടകം
കുണ്ടലിനിപ്പാട്ട്, സൂത്രത്തിൽ വേദാന്ത സൂത്രം, ജാതിമാംസ ലക്ഷണം, ജാതിമീമാംസയും ജാതിലക്ഷണവും, നിർണയിച്ചു, ജാതി നിർണയം. ഇനി ഇപ്പം ഇത്രയും നമ്മൾ ഏകദേശം ഒരു 15ഓളം കൃതികൾ നമ്മൾ ഈ കോഡിലൂടെ പഠിക്കുന്നുണ്ട്. അല്ലാതെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളും കൂടി നമുക്ക് നോക്കി വെക്കാം. ജീവകാരുണ്യ പഞ്ചകം, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. ഇനി അറിവ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. അനുകമ്പാ ദശകം, ചിഞ്ചട ചിന്തകം, ജനനി നവരത്ന മഞ്ജരി. ഈ 5 കൂടി നിങ്ങൾ പഠിക്കുക. ജീവകാരുണ്യ പഞ്ചകം, അറിവ്, അനുകമ്പാ ദശകം, ചിഞ്ചട ചിന്തകം, അതുപോലെ തന്നെ ജനനി നവരത്ന മഞ്ജരി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതിയാണ് അല്ലെ. ഈ ആത്മോപദേശ ശതകം എന്നുള്ളത് സെന്റിലോക്കി ടു ദി സെൽഫ് എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ്? നടരാജഗുരുവാണ് കേട്ടോ. നടരാജഗുരുവാണ് ആത്മോപദേശ ശതകം സെന്റിലോക്കി ടു ദ സെൽഫ് എന്നിങ്ങനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതിയാണ് തേവാരപ്പതികൾ കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു തമിഴ് കൃതിയാണ് തേവാരപ്പതികൾ. അതുപോലെ ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് തിരുക്കൂറൽ, ഒടുവിലൊഴുക്കം, ഈശവാസ്യോപനിഷത്ത് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് തിരുക്കൂറൽ, ഒടുവിലൊഴുക്കം, ഈശവാസ്യോപനിഷത്ത്. 3 കൃതികളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ശിവശതകം ശ്രീനാരായണ ഗുരു രചിച്ചത് എപ്പോഴാണ്? അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്താണ്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്താണ് ശ്രീനാരായണ ഗുരു ശിവശതകം എന്ന രചന രചിച്ചത്. ഒരു കൂട്ടം തത്വചിന്താപരമായ കവിതകളടങ്ങിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ആത്മോപദേശ ശതകം. അതായത് തത്വചിന്താപരമായ കവിതകളടങ്ങിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ആത്മോപദേശ ശതകം. ഇനി ശാരദ അഥവാ സരസ്വതി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കവിതയാണ് ജനനി നവരത്ന മഞ്ജരി. ശാരദ സരസ്വതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച ഒരു കവിതയാണ് ജനനി നവരത്ന മഞ്ജരി. ശാരദാഷ്ടകം എന്ന കവിതയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ശാരദാഷ്ടകം എന്ന കവിത എഴുതിയത്. നൈനാർ പതികം എന്ന തമിഴ് കൃതി രചിച്ചതാരാണ്? നൈനാർ പതികം എന്ന തമിഴ് കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ശിവശതകം ശ്രീനാരായണ ഗുരു രചിച്ചത് എപ്പോഴാണ്? അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്താണ്. ഒരു കൂട്ടം തത്വചിന്താപരമായ കവിതകളടങ്ങിയ ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകമാണ് ആത്മോപദേശ ശതകം. ശാരദ അഥവാ സരസ്വതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കവിതയാണ് ജനനി നവരത്ന മഞ്ജരി. അതുപോലെ ശാരദാഷ്ടകം എന്ന കവിതയുടെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. നൈനാർ പതികം എന്ന തമിഴ് കൃതി രചിച്ചതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ചിദംബരാഷ്ടകം എന്ന കൃതി ശ്രീനാരായണ ഗുരു രചിച്ചത് എപ്പോഴാണ്? ചിദംബരാഷ്ടകം ആ ഒരു വാക്കുപോലെ തന്നെ ചിദംബര ക്ഷേത്ര ദർശനത്തിന് ശേഷം സ്വാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് 1884-85 കാലഘട്ടത്തിലാണ് അദ്ദേഹം ചിദംബരാഷ്ടകം എന്ന കൃതി രചിച്ചത്. എപ്പോഴാണ്? ചിദംബര ക്ഷേത്ര ദർശനത്തിന് ശേഷം സ്വാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് 84-85 കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു രചിച്ചൊരു കൃതിയാണ് ചിദംബരാഷ്ടകം. ഗുരുദേവന്റെ തമിഴ് സ്തോത്രങ്ങൾ ഏതാണ്? തേവാരപ്പതികളാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ തമിഴ് സ്തോത്രങ്ങളാണ് തേവാരപ്പതികൾ എന്ന് പറയുന്നത്. അതുപോലെ ഭദ്രകാളിയെ കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ ഇതാണ് ഭദ്രകാളിയാഷ്ടകം കേട്ടോ. അതായത് ഭദ്രകാളിയെ കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു കൃതിയാണ് ഭദ്രകാളിയാഷ്ടകം. ഇനി വിഷ്ണു സ്തോത്രങ്ങൾ ശ്രീനാരായണ ഗുരു എഴുതിയ വിഷ്ണു സ്തോത്രങ്ങളാണ് വിഷ്ണോഷ്ടകവും വസുദേവാഷ്ടകവും കേട്ടോ. അപ്പൊ വിഷ്ണുവിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതിയ സ്തോത്രങ്ങളാണ് വിഷ്ണോഷ്ടകവും വസുദേവ അഷ്ടകവും കേട്ടോ. ഗുഹനെ പ്രകീർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ഗുഹാഷ്ടകം. അത് രചിച്ചത് 1984 1984 ശ്രീനാരായണ ഗുരു ഗുഹാഷ്ടകം ഗുഹനെ പ്രകീർത്തിക്കുന്ന ഒരു കൃതിയാണ് ഗുഹാഷ്ടകം എന്ന് പറയുന്നത്. അതൊരു സംസ്കൃത സ്തോത്രമാണ് കേട്ടോ. സംസ്കൃത സ്തോത്രമാണ് അദ്ദേഹം എഴുതിയത്. ഇനി ആരെ പ്രകീർത്തിച്ചാണ് ശ്രീനാരായണ ഗുരു നവമഞ്ജരി രചിച്ചത്? ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചാണ് ശ്രീനാരായണ ഗുരു നവമഞ്ജരി രചിച്ചത്.
അമ്മയുടെ ഉദരത്തിൽ 10 മാസം കിടന്നതിന് നന്ദി പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് പിണ്ടനദി. അതായത് അമ്മയുടെ ഉദരത്തിൽ 10 മാസം കിടന്നതിന് നന്ദി പറയുന്ന കൃതിയാണ് പിണ്ടനദി. അതുപോലെ അഗ്നിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയതാണ് ഹോമമന്ത്രം. അഗ്നിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു കൃതിയാണ് ഹോമമന്ത്രം. ഗുരുദേവൻ രചിച്ച ശിവസ്തുതിയാണ് വൈരാഗ്യ ദശകം. ശ്രീനാരായണ ഗുരു രചിച്ച ശിവസ്തുതി, ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് വൈരാഗ്യ ദശകം. നാട്ടിൽ മഴ കിട്ടാതെ കഷ്ടപ്പെട്ട ഭക്തർക്ക് വേണ്ടി രചിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുദേവന്റെ കൃതിയാണ് അർദ്ധനാരീശ്വര സ്തവം. അർദ്ധനാരീശ്വര സ്തവം ശ്രീനാരായണ ഗുരു നാട്ടിൽ മഴ കിട്ടാതെ കഷ്ടപ്പെട്ട തൻ്റെ ഭക്തർക്ക് വേണ്ടി രചിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതിയാണ് അർദ്ധനാരീശ്വര സ്തവം. ജന്മദിനവും ചരമദിനവും പൊതു അവധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചരമദിനവും നമ്മൾ എന്താണ് പൊതു അവധിയായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലെ. ഇനി മതദർശനം പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. അപ്പോൾ മതദർശനത്തെ കുറിച്ച് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണെന്ന് PSC ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ആത്മോപദേശ ശതകമാണ്. അടുത്തത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോട്ട്സ് ആണ്, ഉദ്ധരണികളാണ് നമ്മൾ പറയുന്നത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇത് ആത്മോപദേശക ശതകത്തിലാണ്. 1897 ആത്മോപദേശക ശതകത്തിലുള്ളൊരു ഉദ്ധരണിയാണിത്. സംഘടിച്ച് ശക്തരാകുവിൻ, അത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഫേമസ് കോട്ടാണ്. അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, അത് വേറൊരു കോട്ടാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അത് മറ്റൊരു കോട്ടാണ്. ഇനി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഒന്നുകൂടി പറയാം. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇനി അടുത്തൊരു അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇങ്ങനെ പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ലെന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഉദ്ധരണി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജാതി മീമാംസ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൃതിയിലാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തിലാണ്? ജാതി മീമാംസ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതകൾക്ക് വേണ്ടത് എന്ന്, അതുപോലെ തന്നെ പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം, ഇങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം, ഇങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരന്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ ജാതി നിർണയം എന്ന് പറഞ്ഞ കൃതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാക്കാണ്. അദ്ദേഹത്തിന്റെ കൃതിയില് ജാതി നിർണയം എന്ന് പറഞ്ഞ കൃതിയിലുള്ള വാക്കാണിത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഇത് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞതാണ്. ജാതി മീമാംസയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയ ആൾക്കാരെ കുറിച്ചാണ് ഇനി പറയുന്നത്. നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ അതായത് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ അദ്ദേഹത്തിന്റെ കണ്ടുമുട്ടലുകളെ കുറിച്ചാണ് കേട്ടോ ഇനി പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുമായിട്ട് കണ്ടുമുട്ടിയത് എന്നാണ് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. അതുപോലെ കുമാരനാശാനെ ശ്രീനാരായണ ഗുരുവിനെ കുമാരനാശാൻ കണ്ടുമുട്ടിയത് എന്നാണ് 1891 കായിക്കരയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവിനെ കുമാരനാശാൻ കണ്ടുമുട്ടിയത് 1891 കായിക്കരയിൽ വെച്ചിട്ടാണ്.
ഇനി ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? ബാംഗ്ലൂർ. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്ത് വെച്ചാണ്. തിരുവനന്തപുരത്തെ ബാലരാമപുരം എന്ന സ്ഥലത്ത് വെച്ചാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും 1912 കണ്ടുമുട്ടിയത്. ഇനി ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് 1914 ആലുവയിൽ വെച്ചിട്ടാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവും ഇങ്ങനെ ചോദിക്കാം, ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ചോദിക്കാം, എവിടെ വെച്ചാണെന്നും ചോദിക്കാം. അപ്പൊ ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് 1914 ആലുവയിൽ വെച്ചിട്ടാണ്. അടുത്തതായിട്ട് ശ്രീനാരായണ ഗുരു ടാഗോറുമായിട്ട് കണ്ടുമുട്ടിയത് 1922 അന്ന് ദ്വിഭാഷിയായിട്ടുള്ളത് ഉണ്ടായിരുന്നത് കുമാരനാശാനായിരുന്നു കേട്ടോ. അപ്പൊ ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ദ്വിഭാഷിയായിട്ടുണ്ടായിരുന്നത് കുമാരനാശാനായിരുന്നു. അപ്പൊ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1922 ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1925 ആണ്. അതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദ്വിഭാഷിയായിരുന്നത് എൻ കുമാരനായിരുന്നു കേട്ടോ. എൻ കുമാരനായിരുന്നു. ശിവഗിരിയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമായിട്ട് 1925 അന്ന് ദ്വിഭാഷിയായിരുന്നത് എൻ കുമാരനായിരുന്നു. അത് ശിവഗിരിയിൽ വെച്ചിട്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് SNDP എന്ന് പറയുന്നത് അല്ലെ. SNDP സ്ഥാപിതമായത് എന്നാണ്? 1903 മെയ് 15 അതായത് SNDP സ്ഥാപിതമായത് 1903 മെയ് 15 SNDPയുടെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്നത് വാവൂട്ട് യോഗമാണ് കേട്ടോ. അപ്പൊ SNDPയുടെ മുൻപുണ്ടായിരുന്നത് എന്താണ്? വാവൂട്ട് യോഗമാണ്. അത് വന്നത് 1898 SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണെന്ന് ചോദിച്ചാൽ അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം. ഇനി SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ആജീവനാന്തം എന്ന് പറയുമ്പോൾ എന്നത്തേക്കുമുള്ള അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത് ആരാണ്? അത് ഡോക്ടർ പൽപ്പു ആണ്. അതുപോലെ തന്നെ SNDPയിലെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് ആര്? കുമാരനാശൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പൊ SNDPയുടെ ആദ്യകാല മുൻഗാമി എന്ന് പറയുന്നത് വാവൂട്ട് യോഗമാണ്. 1898 SNDP സ്ഥാപിതമായത്. 1903 മെയ് 15 രൂപീകരണത്തിന് കാരണമായത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. അതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ്. ആരുടെ പ്രേരണയാലാണ് SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിന്റെ പ്രേരണയാലാണ് SNDP സ്ഥാപിച്ചത്. രൂപീകരണ സമയത്തെ SNDPയുടെ മുഖപത്രമായിരുന്നത് വിവേകോദയം പത്രമാണ്. വിവേകോദയം പത്രമായിരുന്നു SNDP സ്ഥാപിതമായ സമയത്തെ SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SNDPയുടെ 1904 പത്രാധിപരായിരുന്നത് M ഗോവിന്ദനാണ്. കുമാരനാശാനാണ് ഈ വിവേകോദയം പത്രം 1904 ഇത് പുറത്തിറങ്ങിയത്. അന്ന് ഈ പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് M ഗോവിന്ദനാണ് കേട്ടോ. അപ്പൊ കുമാരനാശൻ സ്ഥാപിച്ചതാണ് വിവേകോദയം പത്രം എന്ന് പറയുന്നത്. അത് SNDPയുടെ മുഖപത്രമാണ്. നമുക്കറിയാം കുമാരനാശൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു SNDPയുടെ. അപ്പോൾ ആ വിവേകോദയം പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആരാണ്? അത് എപ്പോഴും ചോദിക്കുന്നതാണ് M ഗോവിന്ദൻ കേട്ടോ. ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥമാണ്. ഏതാണ് ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം? യോഗനാഥം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലമാണ് കേട്ടോ. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. നീലഗിരിയില് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? അത് നടരാജ ഗുരുവാണ്. നടരാജ ഗുരുവാണ് നീലഗിരിയില് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. അത് ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നടരാജ ഗുരു നീലഗിരിയില് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ചത് 1923 ഏത് നവോത്ഥാന നായകന്റെ മകനാണ് നടരാജഗുരു? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ്
നടരാജഗുരു. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് എവിടെയാണ്? നവി മുംബൈ, മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് കാണപ്പെടുന്നത്. ഇനി കേരള ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആണ് കേരള ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ചൈനീസ് ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് ലാവോത്സെയാണ് കേട്ടോ. ലാവോത്സെയാണ് ചൈനീസ് ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ലാവോത്സെയാണ് കേട്ടോ. ലാവോത്സെ തന്നെയാണ് ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ അങ്ങനെ ലാവോത്സെ അല്ല, ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. തെറ്റുപറ്റിയതാണ്, ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ആധുനിക ബുദ്ധൻ ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് വസുബന്ധുവാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശങ്കരാചാര്യർ ആണ്. അപ്പൊ ചില വിശേഷണങ്ങളാണ് ഇനി താഴെ പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ് കേരള ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ചൈനീസ് ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ലാവോത്സെയാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് അംബേദ്കർ ആണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് വസുബന്ധുവാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശങ്കരാചാര്യർ ആണ്. ഇനി ഗുരുവിനെ പറ്റി എഴുതിയ കൃതികളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഗുരുവിനെ കുറിച്ച് നാരായണം എന്ന കൃതി എഴുതിയത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. പെരുമ്പടവം ശ്രീധരൻ ഗുരുവിനെ പറ്റി എഴുതിയ കൃതിയാണ് നാരായണം. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി ഗുരുവിനെ പറ്റി എഴുതിയത് ടി ഭാസ്കരനാണ് മഹർഷി ശ്രീനാരായണ ഗുരു എന്ന ഗുരുവിനെ പറ്റിയുള്ള കൃതി എഴുതിയത്. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആർ സുകുമാരനാണ് യുഗപുരുഷൻ എന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ആ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? PA ബക്കറാണ് കേട്ടോ. PA ബക്കറാണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത്. യുഗപ്പിറവി എന്ന് പറഞ്ഞ കൃതി എഴുതിയത് K വാസുദേവനാണ് യുഗപ്പിറവി എന്ന കൃതി എഴുതിയത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി. ഇനി ഗുരു എന്ന നോവല് എഴുതിയത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് K സുരേന്ദ്രൻ രചിച്ചൊരു നോവലാണ് ഗുരു എന്ന് പറയുന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഗുരു എന്ന നോവൽ എഴുതിയത് ആര്? K സുരേന്ദ്രൻ. എന്തിനെ ആസ്പദമാക്കിയാണ് ഗുരു എന്ന നോവൽ എഴുതിയത്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ നാരായണം എഴുതിയത് പെരുമ്പടവം ശ്രീധരനാണ്. മഹർഷി ശ്രീനാരായണ ഗുരു എഴുതിയത് T ഭാസ്കരനാണ്. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R സുകുമാരനാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് PA ബക്കറാണ്. യുഗപുരുഷൻ എന്ന കൃതി എഴുതിയത് K വാസുദേവനാണ്. ഗുരു എന്ന് പറഞ്ഞ നോവൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ പറ്റി എഴുതിയത് ആരാണ്? K സുരേന്ദ്രനാണ്. ഗുരുദേവ കർണാമൃതം എഴുതിയത് കിളിമാനൂർ കേശവനാണ് ഗുരുദേവ കർണാമൃതം എഴുതിയത്. മഹർഷി ശ്രീനാരായണ ഗുരു എഴുതിയത് T ഭാസ്കരനാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ, M കുമാരൻ കേട്ടോ. മൂർക്കോത്ത് കുമാരനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തി. നാരായണ ഗുരുസ്വാമി എന്ന ഇതെഴുതിയത് പ്രൊഫസർ MK സാനുവാണ് കേട്ടോ. പ്രൊഫസർ MK സാനുവാണ് നാരായണ ഗുരുസ്വാമി എന്ന കൃതി എഴുതിയത്. അതുപോലെ തന്നെ ഗുരുദേവ കർണാമൃതം എഴുതിയത് കിളിമാനൂർ കേശവനാണ്. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി എഴുതിയത് T ഭാസ്കരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. നാരായണ ഗുരുസ്വാമി എന്ന കൃതി എഴുതിയത് പ്രൊഫസർ MK സാനുവാണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് എവിടെ വെച്ചിട്ടാണ്? ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരിയിൽ വെച്ചിട്ടാണ്. എന്നാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്? 1928 സെപ്റ്റംബർ 20. 1856 ഓഗസ്റ്റ് 20 ജനിച്ചു. 1928 സെപ്റ്റംബർ 20 സമാധിയായി. അദ്ദേഹം സമാധിയായ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമാണ് വെള്ളവസ്ത്രം. അദ്ദേഹം ധരിച്ചിരുന്നത് വെള്ളവസ്ത്രമാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഈ ക്ലാസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് ഇനി നഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്കിത് കിട്ടും.
അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മൾ തുടർന്ന് നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.